മഹാകുംഭമേളയിൽ മാഘപൂർണിമ സ്നാനത്തിനായി ഭക്തരുടെ തിരക്ക്. ആയിരങ്ങളാണ് രാവിലെ മുതൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനത്തിന് എത്തിയത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മാഘപൂർണിമ സ്നാനം നടക്കുന്ന ദിവസം. നമ്മൾ ഈ കണക്കുകൾ എടുക്കുമ്പോഴെല്ലാം കോടിക്കണക്കിന് ജനം ഇതുപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വന്നു പോകുന്നതായാണ് കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ടോ? വീണ, ഇവിടെ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ 46.25 കോടി ജനങ്ങൾ ഈ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മാഘപൂർണിമയാണ്. മാഘപൂർണിമ ദിവസം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ജ്യോതിഷപരമായി ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ മാഘപൂർണിമ ദിവസം ഈ ത്രിവേണി സംഗമത്തിൽ ഗംഗാ യമുന സരസ്വതി നദിയുടെ സംഗമ ഭൂമിയിൽ അവിടെ എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പവിത്രമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അണമുറിയാതെ തന്നെ വലിയ ഭക്തജന പ്രവാഹമാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം മാത്രം ഏതാണ്ട് 60 ലക്ഷത്തിലധികം ഭക്തർ, ഈ സമയം വരെ ഏതാണ്ട് 60 ലക്ഷത്തിലധികം ഭക്തർ ഇന്നിപ്പോൾ ഈ മാഘപൂർണിമയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു എന്നുള്ളതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരാണ്ടിരിക്കുന്നു. സംഖ്യ ഇനിയും ഉയരും എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന ഈ സംഘം ഘാട്ടിൽ, അതായത് ത്രിവേണി സംഗമത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് CCTV അടക്കം നോക്കി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും വേണ്ട മറ്റ് നിർദ്ദേശങ്ങൾ നൽകുകയുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്ക് അല്ലെങ്കിൽ എവിടെയാണ് നിയന്ത്രണങ്ങൾ വേണ്ടത് അടക്കമുള്ള സംവിധാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാകുന്നതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. സുഗമമായി തന്നെ ഭക്തർക്ക് ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട് മാഘപൂർണിമയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം വലിയ ഗതാഗത കുരുക്കും വലിയ നിയന്ത്രണങ്ങളും ഈ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രയാഗ്രാജിലേക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൂടുതൽ ആൾക്കാർ കാറിലും അതേപോലെ മറ്റു വാഹനങ്ങളിലും ഇവിടേക്ക് എത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് 300 കിലോമീറ്ററിലധികം വാഹന ഗതാഗത കുരുക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ അല്പം അയവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും വാഹന ഗതാഗതം സുഗമമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും വലിയ ഗതാഗത കുരുക്കൾ പല മേഖലകളും അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ കുംഭമേള സോണിനെ ഒരു പ്രത്യേക ജില്ലയായി ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഈ കുംഭ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ വാഹന നിയന്ത്രണമാണ്, അല്ലെങ്കിൽ വാഹനം പൂർണ്ണമായും നോ വെഹിക്കിൾ സോണായിട്ടാണ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടേക്ക് വാഹന ഗതാഗതം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്നാന ദിവസം, അന്ന് അമൃത സ്നാന ദിവസം സമാനമായ രീതിയിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുകയും അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ വോളണ്ടിയേഴ്സിനെയും ഒക്കെ തന്നെ അവിടെ സജ്ജീകരിച്ച് ഈ തിരക്ക് നിയന്ത്രിക്കുവാനുള്ള എല്ലാ പോംവഴികളും ഉത്തർപ്രദേശ് സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ സുഗമമായി തന്നെ ഭക്തർക്ക് അവിടെ എത്തി ഈ സ്നാനകർമ്മങ്ങൾ നിർവഹിക്കാം എന്നുള്ളതാണ്. ഇനിയും 14 ദിവസം കൂടി ഈ കുംഭമേള നീണ്ടു നിൽക്കുന്നുണ്ട്. 45 ദിവസമാണ് ഈ കുംഭമേള നീണ്ടു നിൽക്കുന്നത്. കഴിഞ്ഞ ജനുവരി 13-ാം തീയതി കുംഭമേള ആരംഭിച്ചു. ഫെബ്രുവരി 26 ശിവരാത്രിയോടുകൂടിയാണ് ഈ കുംഭമേള അവസാനിക്കുക. സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് 45 കോടി ജനങ്ങൾ, ഈ ഒരു ദിവസം 1 കോടി എന്നുള്ളത് കണക്ക് വെച്ച് 45 കോടി ജനങ്ങൾ ഈ കുംഭമേളയിൽ 45 ദിവസം കൊണ്ട് പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു സർക്കാർ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലൊക്കെ ഇനിയും 14 ദിവസം കൂടി ബാക്കി നിൽക്കുന്നു. ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ച് ഇതിനോടകം തന്നെ 45 കോടി കടന്നിരിക്കുന്നു. 46.25 കോടി ജനങ്ങൾ ഇതുവരെയായിട്ടും പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ. ഇന്നിപ്പോൾ ഈ മാഘപൂർണിമ ദിവസത്തിൽ ആ കണക്കുകൾ കൂടി വരുമ്പോൾ ആ ഒരു സംഖ്യ വലുതാകും, അല്ലെങ്കിൽ വലിയ ജനത്തിരക്ക് അല്ലെങ്കിൽ വലിയ ഒരു സംഖ്യയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. ഏതായാലും അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമാണ് ഇപ്പോഴും തുടരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണു, ഇന്നും വലിയ ഭക്തജന തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. പുണ്യസ്നാനത്തിനായി കോടിക്കണക്കിന് ആളുകളെ തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. മാഘപൂർണിമ സ്നാനത്തിൻ്റെ ദിവസം പ്രത്യേകത കൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്.